ഹായ് ഓൾ, നമസ്കാരം. 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ്. ആ ചാപ്റ്ററിൻ്റെ മൊത്തം കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മറ്റ് 2 വീഡിയോകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. നമുക്ക് നേരിട്ട് കോൺസെപ്റ്റിലേക്ക് കിടക്കാം. ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണിത്, അതുപോലെ തന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സ്ക്വയേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരു നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 1 എന്ന് പറഞ്ഞ നമ്പറിനെ 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടും 1 തന്നെ. 2ൻ്റെ സ്ക്വയറോ? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഉത്തരം കിട്ടുക 4 ആയിരിക്കും. 3ൻ്റെ സ്ക്വയർ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 9 ആയിരിക്കും. 4ൻ്റെ സ്ക്വയർ അതുപോലെ 16 ആയിരിക്കും. 4 × 4 16. 5ൻ്റെ സ്ക്വയർ എന്താണ്? 5 × 5 25. നമ്മൾ ചെറിയ ക്ലാസ് തന്നെ ഒരുപാട് പഠിച്ചതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സിനെ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ അതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് പറയുക. ഓരോ നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയേഴ്സിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് പറയുക. ഇനി സ്ക്വയർ തന്നിട്ട് നമുക്ക് റൂട്ട് എടുക്കാനും അറിയാം അല്ലേ? ഫോർ എക്സാമ്പിൾ, √1 എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 1ൻ്റെ റൂട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടിയിട്ടുണ്ട്? 1 എന്ന് പറഞ്ഞ ആൻസർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. ആ നമ്പർ ഏതായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ √4 എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ ഏതായിരിക്കും എന്നാണ്. ആ നമ്പർ ഏതാണ്? 2 ആണ്. അതുപോലെ തന്നെ √9 എന്ന് പറഞ്ഞാലോ? ഏതോ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 9 എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? ആ നമ്പർ ഏതായിരിക്കും? 3 ആയിരിക്കും. ഇനി √100 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സെയിം പരിപാടി തന്നെ. ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ 100 കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ ഏതാണെന്നാണ്. ആ നമ്പർ ഏതാണ്? 10 ആണ്. ഇതും നമ്മൾ പണ്ട് മുതലേ പഠിച്ചതാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കുന്നത് √2 എന്തായിരിക്കും എന്നാണ്. എന്താണ് √2 എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എന്താണ് √2 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ, √2 അല്ലെങ്കിൽ √2 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2 എന്നുള്ള ആൻസർ കിട്ടി. ഞാനിവിടെ ഒരു ഡാഷ് ഇടുന്നുണ്ട്, ഇതൊരു നമ്പറാണെന്ന് വിചാരിക്കുക. ഈ നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് ഉത്തരം കിട്ടണം? 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉത്തരം കിട്ടണം, 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉത്തരം കിട്ടണം അല്ലേ? അങ്ങനെയുള്ള നമ്പറിനെയാണ് നമ്മൾ √2 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെങ്ങനെ ചെക്ക് ചെയ്യാം? ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. √2 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടണം അല്ലേ? അപ്പം നമ്പർ ഇൻറ്റു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എനിക്കറിയാവുന്ന ഒരു നമ്പർ ചെക്ക് ചെയ്ത് നോക്കി. എനിക്കറിയാവുന്ന നമ്പർ 1 ആണ്. ഞാൻ 1ൻ്റെ സ്ക്വയർ കണ്ടു നോക്കി. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 × 1 ആണ് അല്ലേ? അപ്പോൾ 1 × 1 എത്രയാണ്? 1 ആണ്. എനിക്ക് കിട്ടേണ്ട ആരെയാണ്? 2നെയാണ് കിട്ടേണ്ടത്. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അറിയാവുന്ന അടുത്ത നമ്പറായ 2 ഞാൻ ചെയ്ത് നോക്കി. 2ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കി. 2ൻ്റെ സ്ക്വയർ, 2 സ്ക്വയർ എത്രയാണ്? 2 × 2 ആണ്. 2 × 2 എത്രയാണ്? 4 ആണ്. എനിക്ക് സ്വാഭാവികമായിട്ട് കിട്ടേണ്ടത് എത്രയായിരുന്നു? 2 എന്ന് പറഞ്ഞ നമ്പറാണ്. പകരം എനിക്ക് കിട്ടിയ ഇവിടെ എത്രയാണ്? 4 ആണ്. അപ്പം ഒന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആരുമല്ല, 4 അല്ല, 2 അല്ല എന്ന് മനസ്സിലായി അല്ലേ? 1ൻ്റെ സ്ക്വയർ കണ്ടു നോക്കിയപ്പോൾ 1 എന്നുള്ള ഉത്തരമാണ് കിട്ടിയത്. 2ൻ്റെ സ്ക്വയർ കണ്ടു നോക്കിയപ്പോൾ 4 എന്ന് പറഞ്ഞ ഉത്തരമാണ് കിട്ടിയത്. പക്ഷേ ആക്ച്വലി എനിക്ക് കിട്ടേണ്ടത് ആരെയായിരുന്നു? 2 എന്ന് പറയുന്ന ആളെയാണ് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 നമ്പർ അല്ല എന്ന് മനസ്സിലായി. ഇനി ഈ 2 നമ്പർ അല്ലെങ്കിൽ പിന്നെ ഏത് നമ്പറായിരിക്കും? നോക്കിക്കേ, 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 2 ആണ്. ആ 1ൻ്റെ സ്ക്വയർ 1ഉം 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. ഇവരുടെ രണ്ടാളുടെ ഇടയിലാണ് നമുക്ക് വേണ്ട 2 കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഏതോ ഒരു നമ്പർ ആയിരിക്കും എന്ത്? നമുക്ക് ആവശ്യമുള്ള നമ്പർ. ആ നമ്പർ ആരാന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 1 എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പറാണ്, ഒരു കൗണ്ടിങ് നമ്പറാണ്. 2 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത കൗണ്ടിങ് നമ്പറാണ്. ഇനി ഇവരുടെ ഇടയിൽ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. പിന്നെ ഇവരുടെ ഇടയിൽ ആരേ ഉണ്ടാവുള്ളൂ? ഫ്രാക്ഷൻസേ ഉണ്ടാവുള്ളൂ അല്ലേ? ഡെസിമൽസ്, അതല്ലെങ്കിൽ ഡെസിമൽസിനെ ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റിയ ഫ്രാക്ഷൻസ് മാത്രമേ ഇവരുടെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഓരോ ഫ്രാക്ഷനും ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഒരു ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് 1ൻ്റെയും 2ൻ്റെയും നടുക്കുള്ള ആൾ 1½ അല്ലെങ്കിൽ 1.5 ഞാൻ എടുത്ത് നോക്കി. എന്നിട്ട് 1.5ൻ്റെ സ്ക്വയർ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 1.5ൻ്റെ സ്ക്വയർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 20 അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കിക്കേ, 1½ സ്ക്വയർ എത്ര ഉത്തരം കിട്ടിയത്? 2 1/4 ആണല്ലേ? അല്ലെങ്കിൽ 2.25 എന്ന് നമുക്ക് പറയാം. 2 1/4 ആണ് കിട്ടിയത്. പക്ഷേ നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് ആരെയാണ്? 2 ആണ്. അപ്പോൾ 1.5 ആണോ?
1.5ൻ്റെ സ്ക്വയറും അല്ല 2 അല്ലേ. ഇനി അവിടെ ഒരു കാര്യമുണ്ട്, അവർ കണ്ടുപിടിച്ചപ്പോൾ 1.5 സാധാരണയായിട്ട് നമ്മൾ 1.5ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക, 1.5 ഇൻറ്റു 1.5 അല്ലേ ചെയ്യുക അല്ലേ. പക്ഷേ ഇവർ അങ്ങനെയല്ല ചെയ്തത്. ഇവർ ചെയ്തത് എങ്ങനെയാണ്, ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ പിടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ബാക്കി മുമ്പോട്ട് പോകാം. നോക്കിക്കോ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് x+y² എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഐഡൻറ്റിറ്റിയാണ് അല്ലേ. x+y² എന്ന് പറഞ്ഞാൽ എന്താണ്, x² + 2xy + y². ഇത് 8ാം ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇവരിവിടെ ഫ്രാക്ഷൻസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 1.5ൻ്റെ സ്ക്വയർ. അപ്പോൾ 1.5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 1.5നെ 1 + ½ എന്ന് എഴുതും, 1 + ½ എന്നിട്ട് സ്ക്വയർ ഇടും. ഇനി നോക്കിക്കോ, ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ 1 വന്നു, ഇവിടുത്തെ വൈക്ക് പകരം ഇവിടെ ½ വന്നു അല്ലേ. അപ്പോൾ x² പകരം എന്ത് വരും, ഈ ആദ്യത്തെ ആളെ സ്ക്വയർ വരും, 1² + 2 × xy എന്നുള്ളിടത്ത് 2 × 1 × 1 എന്ന് പറഞ്ഞാൽ എക്സ്, പിന്നെ ആരാളുള്ളത്, ½ ആണുള്ളത്, ഇൻറ്റു ½ എന്ന് വരും, പ്ലസ് y² എന്നുള്ളതിന് പകരം ഇവിടെ y, ഇവിടെ ആരാളുള്ളത്, ½ ആണുള്ളത്. അപ്പോൾ ½ സ്ക്വയർ എന്ന് വരും. ഇനി 1² എത്രയാണ്, 1 ആണ്. ഈ 2 എന്തായി പോവും, ക്യാൻസൽ ആവും. പിന്നെ 1 × 1 എത്രയേ കിട്ടുള്ളൂ, 1 കിട്ടുള്ളൂ. അങ്ങനെ 1 വന്നു. 1/2ൻ്റെ സ്ക്വയർ, ഈ കാണുന്ന 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യം 1ൻ്റെ സ്ക്വയർ പിന്നെ 2ൻ്റെ സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ എന്താണ്, 4 ആണ്. അപ്പോൾ അവിടെ എന്ത് കിട്ടും, 1 + 1 + 1/4 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 1 + 1 + 1/4 എന്ന് എഴുതുക. എങ്ങനെ ചെയ്താലും നമുക്ക് ലാസ്റ്റ് ഉത്തരം എന്തേ കിട്ടുള്ളൂ, 2 1/4 ആണ് കിട്ടുക. പക്ഷേ ആക്ച്വലി നമുക്ക് വേണ്ടത് 2 ആയിരുന്നു. അതുകൊണ്ട് ഇയാളല്ല നമ്മൾക്ക് വേണ്ട നമ്പർ എന്ന് മനസ്സിലായി. പിന്നെ ഒരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി, 1ൻ്റെ സ്ക്വയർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട 2 ഇവരുടെ ഇടയിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവരുടെ ഈ നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറായ 1.5നെയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ ആ 1.5ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 2 1/4 ആണ്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട 2 എന്ന് പറഞ്ഞ നമ്പർ ഈ കാണുന്ന 2 ആളുകളുടെ ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും, ഇത് സ്ക്വയർ ആട്ടോ, ഇവരുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമത് അവർ ചെക്ക് ചെയ്തത് 1/4 ആണ്, അല്ലെങ്കിൽ 1.25, 1ൻ്റെയും 1.5ൻ്റെയും ഇടയിലുള്ള 1.25നെ ചെക്ക് ചെയ്ത് നോക്കി. കിട്ടിയ ഉത്തരം 1/9/16 ആണ്. അവിടെയും ഇതേപോലെ x+y² എന്നുള്ള ഫോമിൽ ചെയ്തിട്ടാണ്. പക്ഷേ എങ്ങനെ ചെയ്തതെന്നൊന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്, 1/9/16 ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് 2 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ആൾ ഇയാളും അല്ല. ഇനി അതിൻ്റെ ഇടയിലുള്ള വേറൊരു നമ്പറും ചെക്ക് ചെയ്ത് നോക്കി, 1/1/3² ചെയ്ത് നോക്കിയപ്പോൾ എന്താ കിട്ടിയത്, 1/7/9 ആണ്. വീണ്ടും നമുക്ക് വേണ്ട നമ്പർ 2 ആണ്, ഇവിടെ കിട്ടിയത് 1/7/9 ആണ്. അപ്പോൾ നമുക്ക് ഈ നമ്പറും അല്ല നമുക്ക് വേണ്ടത് അല്ലേ. ഇനി ഇതുപോലെ ഏത് ഫ്രാക്ഷനും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ, ഒരു ഫ്രാക്ഷനെയും അതേ ഫ്രാക്ഷനെ കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എഴുതുകയാണ്, ഒരു ഫ്രാക്ഷൻ ഇൻറ്റു അതേ ഫ്രാക്ഷൻ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നുള്ള വാല്യൂ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല, നോട്ട് ഈക്വൽ ടു 2 ആണ്. അങ്ങനെ ഒരു ഫ്രാക്ഷനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് ഉത്തരം. അപ്പോൾ ഒരു ഫ്രാക്ഷനെയും അതേ ഫ്രാക്ഷനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടൂല, 2 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടൂല. അതിനെ വേറൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ √2 അല്ലെങ്കിൽ √2 എന്ന് പറയുന്ന വാല്യൂ ഒരു ഫ്രാക്ഷൻ ആകുമോ എന്ന് ചോദിച്ചാൽ ഫ്രാക്ഷൻ ആകൂല എന്നാണ് ആൻസർ. √2ൻ്റെ വാല്യൂ എന്താവില്ല, ഒരു ഫ്രാക്ഷൻ ആകില്ല. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയുന്ന പോയിന്റ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഫസ്റ്റ് ബോക്സ് ഞാൻ അതുപോലെ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്, നോക്കിക്കോ, ഒന്ന് വായിച്ച് നോക്കിക്കോ. ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ, ഒരു ഫ്രാക്ഷനെയും സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു 2, അത് 2 ആകില്ല എന്നാണ് പറയുന്നത്. ഞാൻ അതിന് വേറെ രീതിയിലും കൂടെ പറയുകയാണ്, ദ വാല്യൂ ഓഫ് √2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നോട്ട് എ ഫ്രാക്ഷൻ, അതൊരു ഫ്രാക്ഷൻ അല്ല എന്നും കൂടെ ഞാൻ പറയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസാണിത്. ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ പൈതഗോറസ് തിയറം പറയുന്നത്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇതാണ് പൈതഗോറസ് തിയറം പറയുന്നത്. നോക്കിക്കോ, ഇതിൻ്റെ ബേസ് ഒരു 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. എത്രയാണ്, ഒരു 1 മീറ്റർ ആണ്. ഓൾട്ടിറ്റ്യൂഡും ഒരു 1 മീറ്റർ ആണ്. വിച്ച് മീൻസ് ബേസും ഓൾട്ടിറ്റ്യൂഡും എന്താണ്, സെയിം ആണ്, രണ്ടും 1 മീറ്റർ ആണ് അല്ലേ. ഞാനൊരു നിങ്ങളോട് ചോദിച്ചു ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. 1 സ്ക്വയർ 1 × 1 ആണ്, അത് 1 തന്നെയാണ്, പ്ലസ് 1 × 1 1 തന്നെ കിട്ടും.
1+1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 കിട്ടും. വിച്ച് മീൻസ് ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ എന്താണ്? 2 ആണ് അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. മക്കളെ നോക്കിക്കോ, നേരത്തെ നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ 2 എന്ന് പറഞ്ഞ നമ്പർ കിട്ടൂല എന്നാണ് പഠിച്ചത്. നോട്ട് ഈക്വൽ ടു 2 ആയിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയത്? 2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈപ്പോട്ടിന്യൂസിൻ്റെ വാല്യൂ ഒരു ഫ്രാക്ഷൻ ആവാൻ പറ്റുമോ? ഹൈപ്പോട്ടിന്യൂസ് ഈസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ആവാൻ പറ്റുമോ? നോക്കുക, ഒരു ഫ്രാക്ഷൻ്റെയും സ്ക്വയർ 2 ആവില്ല. ഇവിടെ ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ 2 അല്ലേ? അപ്പം ഇവിടെ ഫ്രാക്ഷൻ ആണെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ സ്ക്വയർ നമുക്ക് 2 എന്ന് ഒരിക്കലും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് ഒരു ഫ്രാക്ഷൻ ആകുമോ? അങ്ങനെ ചോദിച്ചാൽ ഫ്രാക്ഷൻ ആകൂല എന്നാണ് അർത്ഥം അല്ലേ? ഇനി അതല്ല, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്കറിയാം ഹൈപ്പോട്ടിന്യൂസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? √2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √2 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് ഫ്രാക്ഷൻ ആവാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു √2ൻ്റെ വാല്യൂ ഒരിക്കലും എന്താവില്ല? ഒരു ഫ്രാക്ഷൻ ആവില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് എന്താവില്ല? ഒരു ഫ്രാക്ഷൻ ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റ് ഇങ്ങനെയല്ല പറയുന്നത്, പകരം വേറൊരു രീതി കൂടിയാണ്. അതും കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഈ കാണുന്ന ആൾ ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ? ഈ സ്ക്വയറിൻ്റെ ഈ ഒരു സൈഡിനെ ഞാൻ 1 മീറ്റർ എന്ന് വിളിച്ചു. അപ്പോൾ എല്ലാ സൈഡും എന്തായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. ശേഷം ഞാൻ ഇതിനൊരു ഡയഗണൽ വരയ്ക്കുകയാണ്. എന്താ ഡയഗണൽ? ഓപ്പോസിറ്റ് വെർട്ടക്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡയഗണൽ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇവിടെ തക്കണം ഈ 2 വെർട്ടക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ഡയഗണൽ വരച്ചു. സ്വാഭാവികമായിട്ട് എനിക്ക് ഇവിടെ എന്ത് കിട്ടും? ഈ കിട്ടുന്ന ആൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ? കാണുന്ന ആൾ റൈറ്റ് ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് നോക്കിക്കേ 1 ആണ്. ഓൾട്ടിറ്റ്യൂഡ് നോക്കിക്കേ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടനസ് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ ട്രയാങ്കിൾ തന്നെയാണത്. അപ്പോൾ ഹൈപ്പോട്ടനസ് എത്രയായിരിക്കും? √2 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ ഒരു ഫ്രാക്ഷൻ ആണോ? ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഡയഗണൽ എന്തായിരിക്കില്ല? ഫ്രാക്ഷൻ ആയിരിക്കില്ല. അതെന്തുകൊണ്ടാണ്? √2 ആണ് ഡയഗണൽ വന്നത് അല്ലേ? √2ൻ്റെ വാല്യൂ ഒരിക്കലും എന്തായിരിക്കില്ല? ഒരു ഫ്രാക്ഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഡയഗണൽ എന്തായിരിക്കില്ല? ഫ്രാക്ഷൻ ആയിരിക്കില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റ് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 യൂണിറ്റ്. ഈ കാണുന്ന സ്ക്വയറിനെ പറ്റിയിട്ടാട്ടോ പറയുന്നത്. ഒരു സ്ക്വയർ ഉണ്ട്, സൈഡ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. അങ്ങനെയുള്ള സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള സ്ക്വയറിനെ പറ്റിയിട്ട് തന്നെയാണ്. നമുക്കൊരു സ്ക്വയർ വരച്ച് നോക്കാം. നോക്കിക്കോ, ഈ കാണുന്നത് ഒരു സ്ക്വയറാണ്. സ്ക്വയർ എന്താ സ്ക്വയറിൻ്റെ പ്രത്യേകത? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു സൈഡിനെ ഞാൻ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന 4 സൈഡും എന്തായിരിക്കും? എ തന്നെയായിരിക്കും. ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. സ്ക്വയർ ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് എഴുതാം. സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ് എന്നുള്ളതിനെ കുറച്ചും കൂടി ഷോർട്ടാക്കിയിട്ട് നമ്മൾ എഴുതുക സൈഡിൻ്റെ സ്ക്വയർ എന്നാണ് എഴുതുക. ഏരിയ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ സൈഡിന് ഞാൻ എ എന്ന് വിളിച്ചുകൊണ്ട് എന്തെന്ന് വരും? എ സ്ക്വയർ എന്ന് വരും. ഏരിയ എന്തായിട്ട് മാറും? എ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ കുറച്ച് നമ്പേഴ്സ് തരാം, അതിനനുസരിച്ച് നമുക്ക് ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ? സൈഡും ഏരിയയും ഒന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. നോക്കിക്കോ, സൈഡ് ഒരു 1 മീറ്റർ അല്ലെങ്കിൽ ഒരു 1 സെൻറ്റിമീറ്റർ എനിവേ ഒരു 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഏരിയ എന്തായിരിക്കും? 1ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ന് വെച്ചാൽ 1 തന്നെ. ഇനി 2 ആണെങ്കിലോ 2ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ന് വെച്ചാൽ 4 ആയിരിക്കും. 3 ആണെങ്കിലോ 3ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ന് വെച്ചാൽ 9 ആയിരിക്കും. 4 ആണെങ്കിലോ 4ൻ്റെ സ്ക്വയർ ആയിരിക്കും അഥവാ 16 ആയിരിക്കും. ഇനി ഫൈനലായിട്ട് ഒരു 5 ആണെങ്കിലോ 5ൻ്റെ സ്ക്വയർ ആയിരിക്കും ഏരിയ എന്ന് വെച്ചാൽ 25 ആയിരിക്കും. ജനറലി നമുക്ക് പറഞ്ഞാൽ സൈഡ് ഒരു എക്സ് ആണെങ്കിൽ ഏരിയ എന്തായിരിക്കും? എക്സിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എ ആണെങ്കിൽ എൻ്റെ സ്ക്വയർ. ഇനി നേരെ തിരിച്ച് ഏരിയ തന്നിട്ട് നിങ്ങൾക്ക് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, ഏരിയ ഒരു 16 തന്നു. നിങ്ങളോട് പറഞ്ഞു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. നിങ്ങളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ഏരിയ എങ്ങനെയാണ് കിട്ടുക? സൈഡിൻ്റെ സ്ക്വയർ ചെയ്താലല്ലേ. അപ്പോൾ സൈഡിൻ്റെ സ്ക്വയറിൽ നിന്ന് നമുക്ക് സൈഡ് കണ്ടുപിടിക്കണം. ഏരിയ അല്ല, സൈഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് എടുത്താൽ മതി.
അപ്പം സൈഡ് കിട്ടാൻ √16 എടുത്താൽ മതി. √16 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ തന്നു കഴിഞ്ഞാൽ സൈഡ് എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഓഫ് ഏരിയ ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി. ഇതും കുറച്ച് നമ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോ, ഞാനൊരു ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു കോളുണ്ട്, സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു കോളുണ്ട്. ഓരോന്നേച്ച് ചെയ്ത് നോക്കാം. ആദ്യം നിന്നു ഏരിയ ഒരു 1 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് എത്രയായിരിക്കും? √1 ആയിരിക്കും. √1 നമുക്കറിയാം 1 തന്നെയാണ്. ഏരിയ ഒരു 4 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് എത്രയായിരിക്കും? √4 ആയിരിക്കും. √4 എത്രയാണ്? 2. ഇനി ഏരിയ 9 ആണെങ്കിൽ √9 ആയിരിക്കും. √9 3 ആണ്. തൽക്കാലം ഞാൻ എഴുതുന്നില്ല. 16 ആണ് ഏരിയ എങ്കിൽ √16 ആയിരിക്കും ആര്? സൈഡ്. ഒരു 25 ആണ് ഏരിയ എങ്കിൽ സൈഡ് എത്രയായിരിക്കും? √25 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ആണ് ഏരിയ എങ്കിലോ? ഏരിയ = 2 ആണെങ്കിലോ? സിമ്പിൾ, സൈഡ് എത്രയായിരിക്കും? √2 ആയിരിക്കും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു സ്ക്വയറിൻ്റെ ഏരിയ 2 ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും? √2 ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ വേറെ നമ്പർ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഏരിയ ഒരു 3 ആണെങ്കിൽ സൈഡ് എന്തായിരിക്കും? √3 ആയിരിക്കും. ഏരിയ = 3 ആണെങ്കിൽ സൈഡ് എന്തായിരിക്കും? √3 ആയിരിക്കും. ജനറലി സ്പീക്കിംഗ്, ജനറലായിട്ട് നമുക്കൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏരിയനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഏരിയനെ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ സൈഡ് എന്തായിരിക്കും? √x ആയിരിക്കും. ഏരിയ എക്സ് ആണെങ്കിൽ സൈഡ് √x ആയിരിക്കും. സിമ്പിളാണ്. ഏരിയ 4 ആണെങ്കിൽ നമ്മൾ റൂട്ട് എടുക്കുന്നു, √4. ഏരിയ 9 ആണെങ്കിൽ √9 ആണ് സൈഡ്. ഏരിയ 16 ആണെങ്കിൽ √16 ആണ്. ഏരിയ 25 ആണെങ്കിലോ? √25. അപ്പോൾ 2 ആണെങ്കിലോ? √2. 3 ആണെങ്കിലോ? √3. എക്സ് ആണെങ്കിലോ? √x. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് അതും കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് വരാം. ആ പോയിൻറ്റ്സ് രണ്ടും ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നോക്കിക്കോ. √x ഈസ് ദ സൈഡ് ഓഫ് സ്ക്വയർ ഓഫ് ഏരിയ എക്സ് ഫോർ എനി പോസിറ്റീവ് നമ്പർ എക്സ് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ? എക്സ് ആണ് ഏരിയ. നോക്കിക്കോ, ഏരിയ എക്സ് ആണ്. സൈഡ് എന്തായിരിക്കും? √x ആയിരിക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പോസിറ്റീവ് നമ്പർ എക്സ് എന്ന് പറയുന്നുണ്ട്. അത് നിലവിൽ നിങ്ങൾ ഏതൊരു പോസിറ്റീവ് നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, അത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഇനി അടുത്ത് നോക്കിക്കോ, ഏരിയ 2 ആണെങ്കിൽ സൈഡ് എന്തായിരിക്കും? √2 ആയിരിക്കും അല്ലേ? അപ്പം അതും ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് നോക്കിക്കേ. ദ സൈഡ് ഓഫ് സ്ക്വയർ ഓഫ് ഏരിയ 2 സ്ക്വയർ മീറ്റേഴ്സ് ഈസ് √2 മീറ്റർ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ 2 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും? √2 ആയിരിക്കും. എന്നിട്ട് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഫിഗർ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഈ കാണുന്ന നീല കളറിൽ കൊടുത്തിരിക്കുന്ന സ്ക്വയർ അല്ലേ, ആ സ്ക്വയറിൻ്റെ ഏരിയ ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും? √2 ആണ്. ഈ കാണുന്ന ആളെന്തായിരിക്കും? √2. പക്ഷേ അവർ വരച്ചപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഈ ട്രയാങ്കിളിൻ്റെ നോക്കിയ സൈഡ് എത്രയാണ്? 1ഉം 1ഉം അല്ലേ നമ്മൾ നേരത്തെ പഠിച്ച ട്രയാങ്കിൾ. അതിൻ്റെ ഹൈപ്പോട്ടനസ് അപ്പോൾ എന്തായിരിക്കും? √2 ആയിരിക്കും. ആ ഹൈപ്പോട്ടനസ് വെച്ച് കണ്ട് ഇങ്ങോട്ടൊരു സ്ക്വയർ വരച്ച് കണ്ട് 2 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയർ ആക്കി മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇവിടേക്ക് നോക്കിയാൽ മതി. ഏരിയ 2 ആണെങ്കിൽ സൈഡ് എന്തായിരിക്കും? √2. ഏരിയ എക്സ് ആണെങ്കിൽ സൈഡ് എന്തായിരിക്കും? √x. ഇനി ഏരിയ 3 ആണെങ്കിൽ സൈഡ് എന്തായിരിക്കും? √3. ഈ കാര്യം മാത്രം ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി വീണ്ടും നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഈ √2 എന്ന് പറയുന്നത് നമുക്കൊരു വാല്യൂ വേണം അല്ലേ? നമുക്കൊരു വാല്യൂ അറിഞ്ഞാലല്ലേ √2 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ അളവ് അറിയണ്ടേ? ഫോർ എക്സാമ്പിൾ √4 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം √4ൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണല്ലേ? അപ്പോൾ നിങ്ങൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 സെൻറ്റിമീറ്ററിൽ എന്ത് വരയ്ക്കും? ഒരു വര ഈസിലി വരയ്ക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു √9 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കും. നിങ്ങൾ സ്കെയിൽ എടുത്ത് അളക്കും. എത്ര അളക്കുക? 3 ആണ് അളക്കുക. കാരണം എന്താ? √9ൻ്റെ വാല്യൂ 3 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ ഒരു വര നിങ്ങൾക്ക് ഈസിലി വരയ്ക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇവിടെ അവർ ചോദിക്കുകയാണ് √2 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വാല്യൂ എങ്കിലും അതിൻ്റെ അറിയണ്ടേ? അപ്പോൾ അങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള പരിപാടി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വാല്യൂ എന്തായാലും ഫ്രാക്ഷൻ അല്ല നമ്മൾ പഠിച്ചു. കാരണം √2ൻ്റെ വാല്യൂ എന്തല്ല? ഒരു ഫ്രാക്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫ്രാക്ഷൻ അല്ലാത്ത വാല്യൂസ്, ഫ്രാക്ഷൻ അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഡെസിമൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡെസിമലിനെ ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഞാൻ 1ൻ്റെ സ്ക്വയർ എനിക്കറിയാവുന്ന നമ്പേഴ്സിൻ്റെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. 1ൻ്റെ സ്ക്വയർ നമുക്ക് എന്താ കിട്ടേണ്ടത്? √2ൻ്റെ വാല്യൂ ആണല്ലോ കിട്ടേണ്ടത്. എന്താ √2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഏതോ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടണം? 2 എന്നുള്ള വാല്യൂ കിട്ടണം. അപ്പോൾ ഞാൻ 1 ആണോ നോക്കി, 1നെ 1 കൊണ്ട് ഗുണിച്ചു എന്ന് വെച്ചാൽ 1 സ്ക്വയർ കണ്ടു. കിട്ടിയ ഉത്തരം എത്രയാണ്? 1 ആണ്. ആണോ? അല്ല. അപ്പോൾ 1 അല്ല എന്ന് മനസ്സിലായി. ഇനി ഞാൻ നോക്കിയത് 2നെയാണ് നോക്കിയത്.
1 കഴിഞ്ഞാൽ 2 അല്ലേ എനിക്കറിയാവുന്ന നമ്പർ. 2ൻ്റെ സ്ക്വയറിനെ ഞാൻ നോക്കി 4 ആണ് കിട്ടിയത്. അപ്പോൾ ആ നമ്പറാണോ? അതുമല്ല. പക്ഷേ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നേരത്തെ മനസ്സിലായി അതേ കാര്യം. എനിക്ക് വേണ്ട നമ്പർ 2 ആണ്, കിട്ടേണ്ട ആൻസർ എത്രയാണ്? 2 ആണ്. ആ 2 1ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട നമ്പറും 1ൻ്റെയും 2ൻ്റെയും ഇടയിലാണ്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും നമ്പേഴ്സൊക്കെ എടുത്ത് എനിക്ക് ചെക്ക് ചെയ്ത് നോക്കണം, എന്നാലേ അങ്ങനത്തെ ആളുണ്ടാവുമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 23 കൊടുത്തിരിക്കുന്ന ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം. 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള 1.1 സ്ക്വയർ കണ്ടുപിടിച്ചപ്പം കിട്ടിയത് 1.21 ആണ്. എനിക്ക് കിട്ടേണ്ടത് 2 ആണ്. അപ്പോൾ ഇവനല്ല എന്ന് മനസ്സിലായി. 1.2 ചെക്ക് ചെയ്ത് നോക്കി, 2 കിട്ടിയില്ല, ഇവനും അല്ല. 1.3 ചെക്ക് ചെയ്ത് നോക്കി, അവിടെയും 2 കിട്ടിയില്ല, അതുമല്ല. 1.4 ചെക്ക് ചെയ്ത് നോക്കി, 1.96 ആണ് 1.4ൻ്റെ സ്ക്വയർ അല്ലേ. എനിക്ക് വേണ്ട ആരാ? 2. നോക്കിക്കേ, 1.96ഉം 2 എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള 2 നമ്പറല്ലേ. അപ്പോൾ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് 1.4. പക്ഷേ എന്തായാലും 1.4 അല്ല, അതും മനസ്സിലാക്കി. 1.4 കഴിഞ്ഞാൽ പിന്നെ 1.5 ആണുള്ളത്. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അത് 2ഉം കഴിഞ്ഞു പോയി, 2.25 ആയി അല്ലേ. അപ്പോൾ അതുമല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ നിന്നൊരു നിഗമനത്തിലെത്താം. എന്താ എത്തുക? ഇവിടെ 1.96 ആയിരുന്നു, ഇവിടെ 2.25 ആണ്. ഇവരുടെ ഇടയിലാണ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട നമ്പർ കിടക്കുന്നത്. അപ്പം ഈ കാണുന്ന 2 നമ്പറിൻ്റെ ഇടയിലാണ് നമുക്ക് ആവശ്യമുള്ള നമ്പർ കിടക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയത്. 1.4ൻ്റെ സ്ക്വയറിൻ്റെയും 1.5ൻ്റെ സ്ക്വയറിൻ്റെയും ഇടയിലാണ് നമുക്ക് വേണ്ട 2. 1.4 സ്ക്വയർ ലെസ് ദാൻ 2 ലെസ് ദാൻ 1.5 സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ? 1.4ൻ്റെയും 1.5ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കണം. അങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ടോ? ഉണ്ട്. ആരൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ 1.41 ഇല്ലേ, 1.42 ഇല്ലേ, 1.43 ഇല്ലേ, അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അതിൻ്റെ ഇടയിൽ എത്ര ഡെസിമലുള്ള നമ്പേഴ്സ് വേണമെങ്കിലും, എത്ര ആയിരക്കണക്കിന് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 24 ഇതുപോലുള്ള ഒരുപാട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നോക്കിക്കോ. ആദ്യം 1.4ൻ്റെ സ്ക്വയർ 1.96 ആണ്. 1.5ൻ്റെ സ്ക്വയർ 2.25 ആണ്. അപ്പോൾ ഇവരുടെ ഇടയിലാണ് നമ്പർ എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. ഇനി അതിൻ്റെ ഇടയിലുള്ള നമ്പറുകൾ 1.41ൻ്റെ ചെക്ക് ചെയ്ത് നോക്കി. 1.9881 ആണ്. ഞാനിനി വായിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം, നോക്കിപ്പോവാം 2 കിട്ടേണ്ടോന്ന്. ഇത് 2 അല്ല അല്ലേ. അപ്പോൾ അടുത്ത നമ്പറായ 1.42 നോക്കി, അതും 2 അല്ല, അത് 2നേക്കാൾ കൂടുതലാണ്. പിന്നെ ഇവരുടെ ഇടയിലുള്ള 1.414 നോക്കി, എന്ന് വെച്ചാൽ 1.41ൻ്റെയും 1.42ൻ്റെയും ഇടയിലാണ് 1.414 അല്ലേ. അതും കിട്ടിയത് 1.999396 എന്ന് വെച്ചാൽ 2നോട് അടുത്ത് എത്തിയിട്ടുണ്ട്, എന്നാലും 2 ആയിട്ടില്ല. പിന്നെ 1.415 നോക്കി, അതാണ് ഈ 2 കഴിഞ്ഞും പോയി. പിന്നെ 1.4142 നോക്കി, അതിൻ്റെ സ്ക്വയർ കണ്ടു നോക്കി. അപ്പോൾ നോക്കിക്കേ, വീണ്ടും 2നോട് അടുത്തല്ലേ, ഒരുപാട് 9കളുണ്ട്. പിന്നെ 1.41421 1.999899 എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. വിച്ച് മീൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം 2നോട് അടുത്തടുത്ത് വരുന്നുണ്ട് എന്നല്ലാതെ 2 ആയിട്ട് മാറുന്നില്ല. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലെത്തി. അങ്ങനെ കറക്റ്റായിട്ടൊരു നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല, ഇതിങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം √2ൻ്റെ വാല്യൂ 1.41421 ആണെന്ന് മനസ്സിലാക്കി. എത്രയാണ്? √2ൻ്റെ വാല്യൂ 1.41421. ഇതൊരു പോയിൻ്റായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. √2ൻ്റെ വാല്യൂ 1.41 1.41 1.41 1.414 1.4142 പിന്നെ 1.41421 എന്നിവയോട് അടുത്തടുത്ത് വരുന്നു, നിയറായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ √2ൻ്റെ വാല്യൂ ഏകദേശം ഇതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ വാല്യൂ ആണ്. അപ്പോൾ ഈ വാല്യൂ പഠിക്കുമ്പം നിങ്ങൾ എപ്പോഴും √2ൻ്റെ വാല്യൂ 1.414 3 ഡിജിറ്റ് വരെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നമുക്ക് എക്സാമിന് ആവശ്യമുണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തൊട്ടടുത്ത പേജിൽ നമുക്ക് ഇങ്ങനൊരു സാധനം കാണാം. √2 ഈക്വൽ ടു എന്നുള്ളതിന് പകരം ഇങ്ങനൊരു ചിഹ്നം ഇട്ടിട്ട് 1.41 എഴുതിയിട്ടുണ്ട്. എന്താ അതിൻ്റെ മീനിങ്? നോക്കിക്കേ, ഈ ചിഹ്നത്തിനെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട് ഈ കൊല്ലം. എന്താണ് ഈ ചിഹ്നത്തിൻ്റെ മീനിങ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നാണ്. ഈക്വൽ ടു അല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഏകദേശം തുല്യമാണ്. കറക്റ്റ് വാല്യൂ അല്ല, പക്ഷേ തൊട്ടടുത്തുള്ള വാല്യൂ ആണ്. അത്രയേ ഉള്ളൂ മീനിങ്. അപ്പോൾ √2ൻ്റെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.41 ആണ്, അല്ലെങ്കിൽ 1.414 എന്ന് പറയാം. ഇനി 5 ഡിജിറ്റ് വരെ പറയാം, ഇത്ര വരെ പറയാം. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന് 100 ഡിജിറ്റ് വരെ വേണമെങ്കിൽ അതടക്കം കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ പരിപാടികളൊക്കെ ആർക്കും കൂടെ ബാധകമാണ്? √3 എന്ന് പറഞ്ഞ വാല്യൂവിനും കൂടെ ബാധകമാണ്. ആ √3ൻ്റെ വാല്യൂ നമ്മളോട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. √3 ഈക്വൽ ടു എത്രയാണ്? √3 ഈക്വൽ ടു 1.414
73205. അവിടെ എന്തുണ്ടായിരിക്കും? കുറച്ച് കുത്തുകളുണ്ടായിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ നിൽക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്റ്സ്. മെയിൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ് പഠിക്കലാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പം ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സബ് ഹെഡിങ് ആയിട്ട് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് സബ് ഹെഡിങ് ഉണ്ട്. അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകണം. എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ മൊത്തം കോൺസെപ്റ്റും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറയാൻ പോവുകയാണ്. നോക്കിക്കോ, അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, കൂട്ടലും കുറയ്ക്കലും. വേറെ ഒന്നുമില്ല. റൂട്ട് 2നെയും റൂട്ട് 3 ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൂട്ടുക? നമുക്കറിയാം 2ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 5 അങ്ങനെയാണെങ്കിൽ റൂട്ട് 2ഉം റൂട്ട് 3ഉം കൂട്ടി എത്ര കിട്ടുക? റൂട്ട് 5 അതാണ് ക്വസ്റ്റ്യൻ. ഒരിക്കലുമല്ല. ഇതെന്താണ്? പൊട്ട തെറ്റാണ്. റൂട്ട് 3ഉം റൂട്ട് 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ റൂട്ട് 5 കിട്ടുക. പിന്നെ എങ്ങനെ കൂട്ടും? കൂട്ടേണ്ടത് ഇങ്ങനെയാണ്. റൂട്ട് 2ൻ്റെ വാല്യൂ നമുക്ക് പറയാം 1.414. റൂട്ട് 3ൻ്റെ വാല്യൂ നമുക്കറിയാം 1.732. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ആ രണ്ട് വാല്യൂസ് കൂട്ടുക. എന്നിട്ട് സാധാരണ ആഡ് ചെയ്യണ വാല്യൂ 1.414 പ്ലസ് 1.732. സാധാരണ നമ്മൾ അഡീഷൻ ചെയ്യണ മാതിരി ചെയ്യുക. 4ഉം 2ഉം കൂട്ടിയാൽ 6, 3ഉം 1ഉം കൂട്ടിയാൽ 4, 7ഉം 3ഉം കൂട്ടി കഴിഞ്ഞാൽ 11 ബാക്കി 1 ഉണ്ടായിരിക്കും. ഇവിടെ 3 കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 3.146 ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഈ 3.146 റൂട്ട് 5 ആണോ എന്ന്. അത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിലോ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ഗൂഗിളിലോ റൂട്ട് 5ൻ്റെ വാല്യൂ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ റൂട്ട് 5ൻ്റെ വാല്യൂ കിട്ടുക എത്രയാണ്? 2.236 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വാല്യൂ ആണ് കിട്ടുക. ഈ റൂട്ട് 3 ഒക്കെ പോകുന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതാണോ ഈ വാല്യൂ? അല്ല. അപ്പം ഇങ്ങനെയാണ് ജസ്റ്റ് അഡീഷൻ ചെയ്യുക. ഇനി ഇവരെ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാലോ? ഫോർ എക്സാമ്പിൾ റൂട്ട് 3ന്ന് റൂട്ട് 2 സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാലോ? ഇത്രയുള്ള പരിപാടി. നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് 3ൻ്റെ വാല്യൂ ആയ 1.732 കൊടുക്കും. റൂട്ട് 2ൻ്റെ വാല്യൂ ആയ 1.414 കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ സബ്ട്രാക്ട് ചെയ്യും. 1.732 മൈനസ് 1.414 അങ്ങനെയായിട്ട് ചെയ്യുക. എത്ര നമുക്ക് കിട്ടുക? നമുക്കിവിടെ 2ന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് കടെടുക്കും. ഇത് 12 ഇവിടെ 8 എന്ന് കിട്ടും അല്ലേ. സ്വാഭാവികമായിട്ട് ഇത് 2 2ന്ന് 1 പോയി കഴിഞ്ഞാൽ 1 കിട്ടും. 7ന്ന് 4 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 കിട്ടും. പിന്നെ പോയിൻറ്റ് 1ന്ന് 1 പോയി കഴിഞ്ഞാൽ 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 0.318. അപ്പോൾ ഇങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും വരിക. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ഇത് പല രീതിയിൽ ചോദിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിളായിട്ട് ഇങ്ങനെ അത് പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടേക്ക് കോപ്പി ചെയ്തിരിക്കുന്നത്. നിങ്ങളിവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട്. ഈ ഫിഗറിൻ്റെ പ്രത്യേകത എന്താ? ഈ കാണുന്ന ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഈ കാണുന്ന ട്രയാങ്കിളും എന്ത് തന്നെയാണ്? റൈറ്റ് ട്രയാങ്കിളാണ്. ശേഷം ഇവിടെ 1 മീറ്റർ ആണ്, ഇവിടെയും 1 മീറ്റർ ആണ്. ഈ കാണുന്ന ആൾ റൂട്ട് 2 മീറ്റർ ആണ്, ഇത് റൂട്ട് 3 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഫിഗറും കൂടെ അവർ തന്നിട്ട് പറയുന്നുണ്ട് ഇതും 1 മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നീല വരയും എന്താണ്? 1 മീറ്റർ തന്നെയാണ്. എന്നിട്ട് ഫസ്റ്റ് ചോദിച്ചത് ഓരോരോ സ്റ്റെപ്പായിട്ടാണ് അവർ ചോദിക്കുന്നത്. ഓരോന്ന് വെച്ച് നമുക്ക് പറയാം. നോക്കിക്കോ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണുന്നില്ലേ? ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കാം? ഇതിന് 3 സൈഡ് ഉണ്ടായിരിക്കും. 1, 2, 3. ഈ 3 സൈഡും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഒന്ന് കൂട്ടി വയ്ക്കുക. ഇവിടെ 1 ആണ് റൂട്ട് 2 ആണ്. അപ്പോൾ 1 പ്ലസ് റൂട്ട് 2 എന്ന് വരും. ഈ 1 + 1 എത്രയാണ്? 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 + റൂട്ട് 2 എന്നാണ് അതിൻ്റെ വാല്യൂ. ഈ 2 + റൂട്ട് 2 നമ്മളെങ്ങനെ ചെയ്യാം? 2 + 1.41 എന്ന് കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ 1.414 എന്ന് കൊടുക്കാം. 2 ഡെസിമൽ പ്ലേസ് വരെയോ 3 ഡെസിമൽ പ്ലേസ് വരെയോ കൊടുക്കാം. കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 3.414 മീറ്റർ എന്ന് കിട്ടും. 3.414 മീറ്റർ. ഇനി ചില ക്വസ്റ്റ്യൻസിൽ കാണും ഇവിടെ മീറ്ററിലല്ലേ തന്ന് നമ്മളോട് കിട്ടുന്ന ആൻസർ കറക്റ്റ് ടു മില്ലിമീറ്റർ വരെ കണ്ടുപിടിക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ മില്ലിമീറ്റർ വരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. നമുക്ക് കിട്ടിയത് 2 + റൂട്ട് 2 എന്നല്ലേ വാല്യൂ. അപ്പോൾ നമ്മൾ 2 + റൂട്ട് 2ൻ്റെ വാല്യൂ കൊടുക്കുമ്പം മില്ലിമീറ്റർ എന്നാണ് അവർ പറഞ്ഞെങ്കിൽ നിങ്ങൾ 1.414 എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ 3 ഡിജിറ്റ് വരെ കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൂട്ടുക. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 3.414 എന്ന് കിട്ടും. എന്താണോ 3.414 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്? 3 മീറ്ററും 414 മില്ലിമീറ്ററുമാണ്. 3 മീറ്ററും 414 മില്ലിമീറ്ററും. ചില ക്വസ്റ്റ്യനിൽ അവർ പറയും കറക്റ്റ് ടു സെൻറ്റിമീറ്റർ എന്ന് പറയും.
കറക്റ്റ് ടു മില്ലിമീറ്ററിന് പകരം കറക്റ്റ് ടു സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണ്ടുപിടിക്കുക എന്ന് പറയും. അപ്പോഴും മാറ്റമൊന്നുമില്ല. 2+√2 എന്ന് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. അവിടെ 2+1.41 നിങ്ങൾ കൊടുത്താൽ മതി, ബാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 1.41 2 ഡെസിമൽ പ്ലേസ് വരെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3.41 എന്ന് കിട്ടും അല്ലേ. എന്താ 3.41ൻ്റെ മീനിങ്? 3 മീറ്റർ ആൻഡ് 41 സെൻറ്റിമീറ്റർ. 3 മീറ്റർ ആൻഡ് 41 സെൻറ്റിമീറ്റർ. ഇതാണ് ഇതിലൊരു ട്വിസ്റ്റായിട്ട് വരാനുള്ളത്, അല്ലാതെ വേറെ കാര്യമായിട്ട് ട്വിസ്റ്റൊന്നും വരാനില്ല. ഇനി രണ്ടാമത് ഇതേ ചോദ്യം വേണമെങ്കിൽ ഇവനൊന്ന് താഴോട്ട് കോപ്പി ചെയ്യാം. ഈ കാണുന്ന ആൾ 1 മീറ്റർ ആണ്. രണ്ടാമത് ഈ കാണുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ എങ്ങനെ കിട്ടുക. 1+ ഇവിടെ ഇത് 1 ആണ്, ഇത് √2 ആണ്, ഇത് √3 ആണ്. അപ്പോൾ 1+√2 +√3 എന്ന് കിട്ടും. 1+√2 +√3 ആഡ് ചെയ്യുമ്പം 1+1.414 +1.4 1.732 എന്ന് കിട്ടും അല്ലേ. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 1 എന്ന് പറഞ്ഞാൽ 1.000, 1.414, 1.732. നമ്മൾ സാധാരണ ഡെസിമൽസ് ആഡ് ചെയ്യണ മാതിരി ആഡ് ചെയ്യുക. ഇവിടെ 6 കിട്ടും. 4ഉം 2ഉം കൂട്ടിയാൽ 6, 1ഉം 3ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 4 കിട്ടും. 4ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 11 ആണ്, ബാക്കി ഒന്നുണ്ട്. പിന്നെ 1 2 3 4 അല്ലേ. ആൻസർ കിട്ടുക 4.146 മീറ്റർ എന്നായിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് മില്ലിമീറ്റർ വരെ കൃത്യമായി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ടു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ ഒരു മാറ്റമില്ല. ഇവിടെ ചെയ്ത അതേപോലെ തന്നെയാണ്. 3 ഡിജിറ്റ് വരെ നമ്മൾ √2നും √3നും വാല്യൂ കൊടുക്കണം. അപ്പോൾ ഇതേ ആൻസർ കിട്ടും. ഇതേ ആൻസർ കിട്ടിയാലോ നമ്മൾ 4 മീറ്റർ ആൻഡ് 146 മില്ലിമീറ്റർ ആണെന്ന് എഴുതി വെക്കും. ഇനി ചിലപ്പോൾ നമ്മളോട് പറയും സെൻറ്റിമീറ്റർ വരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുമില്ല. ഇതേ ക്വസ്റ്റ്യനിൽ ഇവനെ വേണ്ട അല്ലേ, 2 ഡിജിറ്റ് വരെ കൊടുത്താൽ മതി. ഇവനും എന്താ വേണ്ട, 2 ഡിജിറ്റ് വരെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4.14 മീറ്റർ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എഴുതി വെക്കും 4 മീറ്റർ ആൻഡ് 14 സെൻറ്റിമീറ്റർ എന്ന് പറയും. 14 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കും. ഓക്കെ അല്ലേ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കൂടുതലാണ്, ഹൗ മച്ച് മോർ എന്ന് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടാളുടെയും ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കാം? ഒന്നുകിൽ നമുക്ക് ശ്രദ്ധിച്ച മേലോട്ട് ഇവിടെ കിട്ടിയില്ലേ, ആദ്യത്തെ ആളെ പെരിമീറ്റർ 3.414, രണ്ടാമത്തെ ആളത് 1.146. ഇയാളെന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. എങ്ങനെയാണ് മൈനസ് ചെയ്യാം? 4.146 മൈനസ് 3.414 എന്ന് എഴുതാം. സാധാരണ മൈനസ് ചെയ്യണ മാതിരി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ആൻസർ കിട്ടും അല്ലേ. ഇത് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, നമ്മൾ വലുതെന്ന് ചെറുതല്ലേ മൈനസ് ചെയ്യാം. അപ്പോൾ വലിയ ആളെ പെരിമീറ്റർ ഞാൻ ഇങ്ങനെ എടുത്തു, ഈ റൗണ്ട് ചെയ്ത് പോലെ എടുത്തു. എന്ന് വെച്ചാൽ 1ഉം √2ഉം √3ഉം ആഡ് ചെയ്താലല്ലേ കിട്ടുക. അപ്പോൾ ഞാൻ എഴുതി 1+√2 +√3 ആണെന്ന് എഴുതി. എന്നിട്ട് ഇതിനൊരു ബ്രാക്കറ്റിൽ വെച്ചു. എന്നിട്ട് കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യേണ്ട ആരെയാണ്? ഒന്നാമത്തെ ആൾ പെരിമീറ്റർ പറഞ്ഞാൽ 1+1+√2 അല്ലേ. അപ്പം 1+1+√2 എന്ന് അതിനൊരു ബ്രാക്കറ്റിൽ നിർത്തി. ഇനി അടുത്ത സ്റ്റെപ്പിൽ 1+√2 +√3. ഇവിടെ ഈ ബ്രാക്കറ്റ് മാറിയാൽ ഇതിന് വേറെ സൈന് ചേഞ്ച് ആവുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക, ഈ മൈനസ് ആദ്യം ഇവൻ്റെ കൂടെ പോവും, അവിടെ -1 ആവും. പിന്നെ മൈനസ് ഇവൻ്റെ കൂടെ പോവും, അപ്പോൾ ആ പ്ലസ് മാറിയിട്ട് എന്താവും? അവിടെയും -1 ആവും. പിന്നെ ഈ മൈനസ് ഇവൻ്റെ കൂടെ പോവും, അപ്പോൾ അവിടെ പ്ലസ് മാറിയിട്ട് അവിടെ -√2 എന്നാവും. ഇനി ശ്രദ്ധിച്ച് നോക്കിക്കേ, 1 ഉണ്ട്, -1 ഉണ്ട്, 1 -1 അത് രണ്ടും എന്തായി പോവും? വെട്ടിപ്പോവും. ഇവിടെ √2 ഉണ്ട്, ഇവിടെ -√2 ഉണ്ട്, അപ്പോൾ √2 -√2 എന്തായി പോവും? വെട്ടിപ്പോവും. പിന്നെ ബാക്കി വരിക ഒരു √3ഉം വരും, ഇവിടെ ഒരു -1ഉം വരും. √3 -1 ആണ് വരിക. അപ്പോൾ √3ൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുക 1.732 -1. ആൻസർ എത്ര കിട്ടും? 0.732 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഇതുപോലെ വേണമെങ്കിൽ മൈനസ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ സാധാരണ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് ഫൈനൽ ആൻസർ ഡെസിമലിൽ കിട്ടി, ആ ഡെസിമൽസ് തമ്മിൽ മൈനസ് ചെയ്യാം. അവിടെ മൈനസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ആൻസറിനെ കിട്ടുള്ളൂ?
0.732 തന്നെ കിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോ ഇവിടേക്ക് 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 2 എന്ന് കിട്ടും. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 3 എന്ന് കിട്ടും. ഇവിടെ 1 മൈനസ് 4 ആണ്, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നും കടമെടുക്കുമ്പോൾ ഇതെന്താവും, 11 ആവും. ഇതെന്താവും, 3 ആവും. 11 മൈനസ് 4 എത്രയാണ്, 7 ആണ്. പിന്നെ പോയിൻറ്റ്, പിന്നെ 3 മൈനസ് 3 0 അല്ലേ. രണ്ട് സ്ഥലത്ത് കിട്ടിയതും ഒരേ ആൻസറാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മൊത്തം കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ ചാപ്റ്ററാണ്, ഒറ്റയടിക്ക് കോൺസെപ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ. ഒറ്റ കാര്യം നമ്മളിതിൽ മെയിൻലി നമ്മൾ ചിന്തിക്കേണ്ടേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം √2ൻ്റെ വാല്യൂ എന്താണ്, 1.414. √3ൻ്റെ വാല്യൂ എന്താണ്, 1.732. √2നെ ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ, √3 = ഒരു ഫ്രാക്ഷൻ എന്ന് പറയാൻ പറ്റുമോ, പറ്റില്ല. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് √3യും. √3നെ ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് പറയാൻ പറ്റുമോ, √3 ഈസ് എ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ അല്ല. അത്രയും. പിന്നെ അടുത്ത് √2നും √3യും ഒക്കെ വരുമ്പം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് കൂട്ടാൻ പറ്റുമോ, പറ്റില്ല. പകരം 1.414 എന്നുള്ള വാല്യൂ 1.732 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇതിൽ ഒരു കൺസ്ട്രക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, വരയ്ക്കാനുണ്ട്. ആ വരയ്ക്കാനുള്ളത് നമ്മൾ ചോദ്യം ചെയ്യുമ്പം ആ ചോദ്യത്തിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.